ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടറിൻ്റെ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി പ്രകാരം എങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഗോഷ്യൻ വ്യൂ 5.0 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മളതിൽ പീരിയോഡിക് ടേബിൾ സെലക്ട് ചെയ്യണം. ഇത് ക്ലോസ് കൊടുക്കുകയാണ് കേട്ടോ. പീരിയോഡിക് ടേബിൾ സെലക്ട് ചെയ്യുക. ഇതെവിടെയാണ് പീരിയോഡിക് ടേബിളും സൂമിയുടെ പീരിയോഡിക് ടേബിൾ സെലക്ട് ചെയ്തു. പീരിയോഡിക് ടേബിളിൽ ഓക്സിജൻ സെലക്ട് ചെയ്യുക. ഓക്സിജനിൽ വാട്ടറിൻ്റെ സ്ട്രക്ചർ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്സിജൻ്റെ സ്ട്രക്ചർ വന്നു. ഇനി ഇതാണ് നമ്മുടെ ഈ ഫയലിലാണ് നമ്മുടെ ഔട്ട്പുട്ട് ഫയൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫയൽ എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് ഫയലിൽ ഇത് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനം ഇവിടെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. ഇത് വന്നിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇത് നമുക്ക് തിരിക്കാനും മറിക്കാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ ലേബൽസ് കൊടുക്കുക, സിമ്പിൾസ് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മൗസ് എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വ്യൂവിൽ കൊടുക്കുക. വ്യൂവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലേബൽസിൻ്റെ അവിടെ ടിക്ക് കൊടുക്കുക. അതേപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വ്യൂ ചെയ്യുക, സിമ്പിൾസിൻ്റെ അവിടെ ടിക്ക് കൊടുക്കുക. എന്നതിന് ശേഷം ഇപ്പോൾ സിമ്പിളും ലേബലും വന്നില്ലേ എന്ന് നോക്കുക. അത് കണ്ടോ? കറക്റ്റ് 103H 2H എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം കാൽക്കുലേറ്റിൽ പോവുക. അതിൽ ഗോഷ്യൻ കാൽക്കുലേഷൻ സെറ്റപ്പ് എന്ന് ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അതിൽ ജോബ് ടൈപ്പിൽ എനർജിയിൽ ഓപ്റ്റ് പ്ലസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അതിൽ അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും നമ്മളതിൽ ചെയ്യാനില്ല. അതിനുശേഷം മെത്തേഡിൽ പോവുക. അതിൽ ഡിഫോൾട്ട് പിന്നെ എവിടെ ഒരു മിനിറ്റ് ഡിഫോൾട്ട് സ്പിന്ന് മാറ്റുക. അത് റെസ്ട്രിക്റ്റഡ് കൊടുക്കുക. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ദെൻ ബേസിക് സെറ്റ് മാറ്റുക. അത് 631G അല്ലേ? 631G കൊടുക്കുക. എന്നതിന് ശേഷം പ്ലസ് കൊടുക്കുക. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇതിൽ ചെയ്യാനില്ല. ടൈറ്റിൽ ചേഞ്ച് ചെയ്യുക. H2O എന്ന് കൊടുക്കുക കേട്ടോ. ടൈറ്റിൽ H2O കൊടുത്തു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ലിങ്കിലൊന്നും ചെയ്യാനില്ല. ജനറൽ പോവുക. അതിൽ റൈറ്റ് കണക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലോസ് ചെയ്യുക. ദെൻ പ്രത്യേകിച്ച് ഗസ് സോൾവേഷൻ അതിലൊന്നും ചെയ്യാനില്ല. എന്നിട്ട് എഡിറ്റ് കൊടുക്കുക. അതിൽ സേവ് കൊടുക്കുക. സേവ് കൊടുക്കയിൽ നമ്മളൊരു ഫയൽ നെയിം സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഡെസ്ക്ടോപ്പിൽ തന്നെ പോവുക. അതിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ന്യൂ എന്ന് കൊടുക്കുക. ഫോൾഡർ സെലക്ട് ചെയ്യുക. ഒരു പുതിയൊരു ഫോൾഡർ എന്ന് വെച്ചാൽ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുക. സുക്രു എന്നുള്ള പേര് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ഫോൾഡറിൻ്റെ പേര് കൊടുക്കുക. VYSU H2O എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തു. സേവ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫയൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഈ ഫയൽ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളോട് ചോദിക്കുന്നുണ്ട് സബ്മിറ്റ് ദ ഫോളോയിങ് ഫയൽ ടു ഗോഷ്യൻ എന്ന് പറഞ്ഞിട്ട് അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം റണ്ണായി. അപ്പോൾ അതിന് ശേഷം എസ് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്നും എന്ത് സെലക്ട് ചെയ്യണം? ലോഗ് ഫയൽ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ലോഗ് ഫയൽ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ നമ്മുടെ ഔട്ട്പുട്ട് ഫയലിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ റിസൾട്ട്സിൽ പോവുക. അതിൽ സമ്മറി കൊടുക്കുക. അതിൽ നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ എനർജി കാണാൻ പറ്റുന്നുണ്ട്. -75 സംതിങ്. അത് നമ്മൾ എഴുതിയെടുക്കണം. എന്നിട്ട് അതിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഇതിപ്പോൾ ഹാർട്ട് റേറ്റിലാണ് കിടക്കുന്നത്. ആ ഹാർട്ട് റേറ്റിൽ നിന്ന് കിടക്കുന്ന സാധനത്തിന് നമ്മൾ കിലോ കാലറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. -75.99305.867 അത് നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഇമേജറി ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0ലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇവിടെ C2V പോയിന്റ് ഗ്രൂപ്പ് ആണെന്ന് നമ്മുടെ ഇതെല്ലാം ശരിയാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ C2V പോയിന്റ് ഗ്രൂപ്പ് എന്ന് വരും കേട്ടോ. പിന്നെ 631G+Gയിലാണ് കിടക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നതിന് ശേഷം എന്താ ചെയ്യുക? റിസൾട്ട്സിൽ പോവുക. അതിൽ വൈബ്രേഷൻസ് സെലക്ട് ചെയ്യുക. വൈബ്രേഷൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ? ഇതെന്താ? ബെൻഡിങ് വൈബ്രേഷൻ. നെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമെട്രിക് ആയിട്ടുള്ള സ്ട്രെച്ചിങ് വൈബ്രേഷൻ. അടുത്തത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
അസിമെട്രിക് ആയിട്ടുള്ള സ്ട്രെച്ചിങ് കാണാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് സ്പെക്ട്രമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സ്പെക്ട്രം സെലക്ട് ചെയ്യുക. സ്പെക്ട്രം സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് 2 പീക്കുള്ള സ്പെക്ട്രം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്.